നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഫുട്ബോൾ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡേവിഡ് കൂട്ടിന്റെ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ക്ലോപ്പിനെതിരെയുള്ള ആ ഒരു വീഡിയോ വന്ന ശേഷം പുള്ളിക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിലുള്ള ബാക്ക്ലാഷ് നടന്നിരുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പുള്ളിയെ സസ്പെൻഡ് ചെയ്തു. PG മോൾ വളരെ പെട്ടെന്ന് തന്നെ ഡേറ്റ് ഒക്കെ അനലൈസ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, പുള്ളിയെ ഒഫീഷ്യലായിട്ട് സാക്ക് ചെയ്തിട്ടുണ്ട്. വെരി വെൽ ഡൺ, സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയേണ്ടി വരും. ഇതുകൊണ്ട് പ്രീമിയർ ലീഗിലെ എല്ലാ റഫറിങ് ഇഷ്യൂസും ഫിക്സ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്കറിയാം. കാരണം ഇതിലും ഭീകരന്മാരായിട്ടുള്ള വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു പറ്റം റഫറിമാർ ഇപ്പോഴും പ്രീമിയർ ലീഗിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ഇപ്പോ ആന്റണി ടൈലറുടെ ഒരു ഇൻസിഡന്റ് നോക്കുക. പുള്ളിക്കെതിരെ അടുത്ത കാലത്ത് ഒരു ഇഷ്യൂ വന്നു. പുള്ളിയെ പതുക്കെ ചാമ്പ്യൻഷിപ്പിലേക്ക് ഡിമോട്ട് ചെയ്തു. അവിടെ കുറച്ച് ദിവസം ഒഫീഷ്യേറ്റ് ചെയ്ത് ആരും അറിയാതെ പതുക്കെ പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഡിസേർവിംഗ് അല്ലാത്ത വളരെ മിസ്റ്റേക്ക് വരുത്തുന്ന ബയാസ്ഡ് ആയിട്ടുള്ള റഫറിമാർക്ക് പ്രീമിയർ ലീഗിൽ തീരെ സ്പേസ് ഇല്ല എന്നുള്ള കാര്യം PG മോൾ ഒഫീഷ്യലായിട്ട് തന്നെ പറയണം. ഇതൊരു തുടക്കം മാത്രമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമുക്ക് കിട്ടുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. മോ സലക്ക് ലിവർപൂൾ 2 വർഷത്തെ കോൺട്രാക്ട് ഓഫർ ചെയ്തു എന്നുള്ള വാർത്ത സൺഡേ മിറർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡേവിഡ് ഓൺസ്റ്റന്റെ ഒരു വീഡിയോ പ്രകാരം ഇതൊരു ഇനീഷ്യൽ പ്രപ്പോസൽ മാത്രമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി ബോർഡും മോ സലയുടെ ഏജന്റുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തും. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ ടേബിളിൽ വെക്കും. ഇപ്പോൾ മോ സലയെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വർഷത്തോ അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിരിക്കും. കാരണം ഏജ് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ ഫോം ഡിപ്പാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൈസ് ടാഗ് കുത്തനെ താഴോട്ട് പോകും. പിന്നെ മറ്റൊരു പ്രമുഖ ലീഗിലേക്ക് പോകാന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഇത്രയും വർഷം കളിച്ചതിന്റെ പേരിലും പുള്ളിയുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസിന്റെ പേരിലും ലിവർപൂളിന്റെ ബോർഡ് ഒരു 2 വർഷത്തെയോ അല്ലെങ്കിൽ 3 വർഷത്തെയോ പ്രപ്പോസൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹത്തിന് മാത്രമല്ല വാൻഡേക്ക്, ആർണോൾഡ് തുടങ്ങിയ പ്ലേയേഴ്സിനും പ്രപ്പോസൽ കൊടുത്തു എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. മറ്റൊരു ന്യൂസ് വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഡാൻ ആഷ്വർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട കാര്യം നമ്മളൊക്കെ കേട്ടിരുന്നു. 5 മാസം മാത്രമാണ് പുള്ളി സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് യുണൈറ്റഡിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. ന്യൂകാസിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഗാർഡനിങ് ലീവ് ഒക്കെ കൊടുത്ത് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് പുള്ളിയെ ടീമിലേക്ക് എത്തിക്കാൻ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. പുള്ളി വന്ന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷ യുണൈറ്റഡിന്റെ ഫാൻസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയോസ് ചാർജ് എടുത്തതിന് ശേഷം കട്ട് ത്രോട്ട് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാച്ചിന് ശേഷം വലിയൊരു മീറ്റിംഗ് നടന്നു. അതില് പുള്ളിയുടെ ഒപ്പീനിയൻസിനെ പരസ്യമായിട്ട് കട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്കഷൻ നടന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ എന്തായാലും യുണൈറ്റഡ് പുറത്തു വിട്ടിട്ടില്ല. ഇപ്പൊ പുള്ളിയുടെ കാര്യം നമുക്കറിയാം. സമ്മറിലെ സൈനിങ്സ് ആയാലും ടെനാഗിന്റെ സാക്കിംഗ് ആയാലും പുള്ളിയുടെ ഫേവറേറ്റ് മാനേജർ അമോറിം ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സൗത്ത് ഗേറ്റിന്റെ പേരൊക്കെ ഡാൻ ആഷ്വർത്തിന്റെ ലിസ്റ്റിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സൗത്ത് ഗേറ്റ് എങ്ങാനും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്തായാലും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. പഴയ മാനേജർ ആയിട്ടുള്ള റാൽഫ് റാംഗ്ലിക് ചിലപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചു വരും എന്നുള്ള ന്യൂസും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സമ്മർ സൈനിങ് വരാൻ പോകുന്നു. ജനുവരി വിൻഡോ ഓപ്പൺ ചെയ്യാൻ ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഈ സിറ്റുവേഷനിൽ ആരായിരിക്കും റിക്രൂട്ട്മെന്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് വരുന്നത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. വെസ്റ്റ് സ്ട്രൈക്കർ ആയിട്ടുള്ള മിഖായൽ അന്റോണിയോ ഒരു ബാഡ് കാർ ആക്സിഡന്റിൽ പെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. പുള്ളിക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. എത്ര സീരിയസ് ആണ് ഇഞ്ചുറി എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. എന്നിരുന്നാലും വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് പുള്ളി മുമ്പോട്ട് പോയത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.